Hi students, today we are going to discuss about three-phase fully controlled rectifier with RLE load. Okay, so we will discuss the three-phase half-wave control rectifier. Now we will discuss the fully controlled rectifier. Okay, so we will fully controlled rectifier, three-phase fully controlled rectifier. Okay, 6 thyristors will be there. So numbering this thyristor number numbering T1, T3, T5, T2, T6 and T4. Okay, so you will allow this group, modular group, positive group, group, negative group of thyristors. Okay, so the reason is the slide explain. So, we will order positive group odd numbers 1, 3, 5. Okay, we will point start here. We will start continuous start here. Sorry, continuous so we will odd numbers 1, 3, 5. This is even numbers 2, 6, 10, 4. Okay, so 1, 3, 5, 2, 6, 4. This is order. This order നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കണം കാരണം നമ്മൾ ഈ ഒരു ഓർഡറിലാണ് തൈറോസ്റ്റേഴ്സിന്റെ ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഈ സർക്യൂട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു 3 ഫേസ് കൺട്രോൾ റെക്ടിഫയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻപുട്ടിൽ എന്താ കൊടുത്തിട്ടുള്ളത്, നമ്മൾ 3 ഫേസ് ആണ് കൊടുത്തിട്ടുള്ളത്. 3 ഫേസ് എ സി ആണ് ഇൻപുട്ട്. നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ വരുന്നത്, ഡി സി. ഓക്കെ, സോ 3 ഫേസ് എ സിനെ നമ്മൾ ഡി സി ആക്കി മാറ്റുന്നതാണ് 3 ഫേസ് ഫുള്ളി കൺട്രോൾ റെക്ടിഫയർ. അപ്പൊ നമുക്ക് അതിൽ 6 തൈറോസ്റ്റേഴ്സ് ഉണ്ട്. 6 തൈറോസ്റ്റേഴ്സ് നമ്മൾ എഴുതിയിട്ടുള്ള ആ ഒരു ഓർഡറാണ് നമ്മൾ നമ്പറിംഗ് ഓർഡറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 2 ഗ്രൂപ്പ് ഓഫ് തൈറോസ്റ്റേഴ്സ് ആണുള്ളത്. പോസിറ്റീവ് ഗ്രൂപ്പും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, സോ എന്താണ് പോസിറ്റീവ് ഗ്രൂപ്പ് ഓഫ് തൈറോസ്റ്റേഴ്സ്, എന്താണ് നെഗറ്റീവ് ഗ്രൂപ്പ് എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ T1, T3, T5 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്ത് കോൺഫിഗറേഷനിലാണ്. ഇതിന്റെ കാത്തോഡുകളൊക്കെ ഒരുമിച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ പോസിറ്റീവ് ഗ്രൂപ്പ് തൈറോസ്റ്റേഴ്സ് ഉള്ളത് കോമൺ കാത്തോഡ് കോൺഫിഗറേഷൻ ആണെന്നാണ്. ഓക്കെ, അപ്പോ മൂന്നെണ്ണത്തിന്റെയും T1, T3, T5 മൂന്നിന്റെയും കാത്തോഡ് സെയിം പോയിന്റോട് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഈ T1, T3, T5 ഏതാണ് കണ്ടക്ട് ചെയ്യുക അറ്റ് എ ടൈം നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക. കാരണം കാത്തോഡ് എല്ലാം ഒരേ പോയിന്റ് ആയതുകൊണ്ട് ഏതിന്റെ ആനോഡിലാണോ കൂടുതൽ പോസിറ്റീവ് വോൾട്ടേജ് വരുന്നത് അതായിരിക്കും എവിടെ കണ്ടക്ട് ചെയ്യുക, പോസിറ്റീവ് ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. തൈറോസ്റ്റർ T1ന്റെ ആനോഡിലേക്ക് നമ്മൾ എന്താണ് കണക്ട് ചെയ്തിട്ടുള്ളത്, T1ന്റെ ആനോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഫേസ് എ ആണ്. ഓക്കെ, സോ T1 എന്ത് ചെയ്യും, T1 ടേൺസ് ഓൺ വെൻ എ ഈസ് മോസ്റ്റ് പോസിറ്റീവ് എമംഗ് എ, ബി ആൻഡ് സി. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ T3ന്റെ ആനോഡിലേക്ക് കൊടുത്തിട്ടുള്ളത് ഫേസ് ബി ആണ്, T5ന്റെ ആനോഡിലേക്ക് കൊടുത്തിട്ടുള്ളത് ഫേസ് സി ആണ്. ഓക്കെ, സോ T1ഉം T3ഉം T5ഉം ഇതിനെ നമ്മൾ പറയുന്നത് പോസിറ്റീവ് ഗ്രൂപ്പ് ഓഫ് തൈറോസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ഗ്രൂപ്പ് ഓഫ് സ്വിച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മുകളിലുള്ള സ്വിച്ചസ് നമ്മൾ പറയാ പോസിറ്റീവ് ഗ്രൂപ്പ് എന്നാണ് പറയാ. അപ്പൊ അത് എന്തുകൊണ്ടാണ് പോസിറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം T1ഉം T3ഉം T5ഉം കോമൺ കാത്തോഡ് കോൺഫിഗറേഷനിലാണ്. അതിന്റെ കാത്തോഡുകളൊക്കെ എന്താണ് ഒരുമിച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ മൂന്നെണ്ണത്തിലും ഏത് തൈറോസ്റ്റർ ആണ് അറ്റ് എ ടൈം കണ്ടക്ട് ചെയ്യുക, ഒരു ഇൻസ്റ്റന്റിൽ കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ ഏത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഏതിന്റെ ആനോഡാണോ മോർ പോസിറ്റീവ്. ഓക്കെ, ഇപ്പൊ T1, T3, T5 ഈ മൂന്നെണ്ണത്തിൽ ഏതാ കണ്ടക്ട് ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക, കാരണം മൂന്നെണ്ണത്തിന് കാത്തോഡ് ഒരേ പോയിന്റ് ആണ്. സോ ഏതിന്റെ ആനോഡിലാണോ കൂടുതൽ പോസിറ്റീവ് വോൾട്ടേജ് വരുന്നത് അതായിരിക്കും കണ്ടക്ട് ചെയ്യുക. അപ്പൊ T1 കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ ഫേസ് എയിലുള്ള വോൾട്ടേജ് മോർ പോസിറ്റീവ് ആസ് കമ്പയർ ടു ബി ആൻഡ് ഫേസ് ബി ആൻഡ് ഫേസ് സി ആണെങ്കിൽ നമ്മുടെ തൈറോസ്റ്റർ T1 എന്തായിരിക്കും, ഓൺ ആയിരിക്കും. ഇനി T3 കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ഫേസ് ബിയിലുള്ള വോൾട്ടേജ് മോർ പോസിറ്റീവ് ദാൻ ഫേസ് എ ആൻഡ് ഫേസ് സി ആയിരിക്കണം. ഇനി T5 കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ ഫേസ് സിയിലുള്ള വോൾട്ടേജ് മോർ പോസിറ്റീവ് ആസ് കമ്പയർ ടു ഫേസ് എ ആൻഡ് ഫേസ് ബി ആണെങ്കിൽ T5 കണ്ടക്ട് ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. T1 turns on when A is most positive ആണ് A, B and C. Similarly, the other top switches, അതായത് പോസിറ്റീവ് ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള സ്വിച്ചുകൾ എപ്പോഴാണ് ടേൺ ഓൺ ചെയ്യുക, turn on when its corresponding phase has the most positive instantaneous voltage. ഓക്കെ, അപ്പൊ നമ്മൾ പോസിറ്റീവ് ഗ്രൂപ്പ് ഓഫ് തൈറോസ്റ്റേഴ്സിനെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കുള്ളതാണ് നെഗറ്റീവ് ഗ്രൂപ്പ്. ഓക്കെ, ഈ നെഗറ്റീവ് ഗ്രൂപ്പ് ആണ് തൈറോസ്റ്റർ T2, T6 and T4. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ആനോഡുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ഏത് കോൺഫിഗറേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, കോമൺ ആനോഡ് കോൺഫിഗറേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കോമൺ ആനോഡ് കോൺഫിഗറേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരു തൈറോസ്റ്റർ ഫോർവേഡ് ബയസ്ഡ് അല്ലെങ്കിൽ റിവേഴ്സ് ബയസ്ഡ് ആണ്. നമ്മൾ എപ്പോഴാണ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നുള്ള കണ്ടീഷൻ നമ്മൾ എപ്പോഴാണ് പറയാം, എ തൈറോസ്റ്റർ ഈസ് സെറ്റ് ടു ബി ഫോർവേഡ് ബയസ് എപ്പോഴാണ്, ഇഫ് its anode is more positive than cathode അല്ലെങ്കിൽ if its cathode is more negative than anode.
ആണല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ നെഗറ്റീവ് ഗ്രൂപ്പ് ഓഫ് തൈറോസ്റ്റേഴ്സ് T2, T6, T4 ഒക്കെ ആനോഡുകൾ നമ്മൾ ഒരുമിച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനെ ഫോർവേഡ് ബയസ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഏത് തൈറോക്സാണ് കണ്ടക്ട് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തുമാത്രം നോക്കിയാൽ മതി, ഏതിന്റെ കാത്തോഡിലാണോ കൂടുതൽ നെഗറ്റീവ് വാല്യൂ വരുന്നത് അതായിരിക്കും കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ കോമൺ കാത്തോഡ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതിന്റെ ആനോഡിലാണോ കൂടുതൽ പോസിറ്റീവ് വാല്യൂ വരുന്നത് അതായിരിക്കും കണ്ടക്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താണുള്ളത്, കോമൺ ആനോഡ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് ഏതിന്റെ കാത്തോഡിലാണോ കൂടുതൽ നെഗറ്റീവ് വാല്യൂ വരുന്നത് അതായിരിക്കും കണ്ടക്ട് ചെയ്യുക. ഓക്കെ, സോ തൈറോസ്റ്റർ T2 ടേൺസ് ഓൺ വെൻ C is most negative among A, B and C. നമ്മൾ തൈറോസ്റ്റർ T2 നോക്കിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ലോവർ ഗ്രൂപ്പിൽ T2, T6, T4ന്റെ ആനോഡുകളൊക്കെ സെയിം പോയിന്റ് ആണ്. സോ T2 കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ഫേസ് സിയിലുള്ള വോൾട്ടേജ് എന്തായിരിക്കണം, മോർ നെഗറ്റീവ് ആസ് കമ്പയർഡ് ടു ഫേസ് എ ആൻഡ് ഫേസ് ബി ആയിരിക്കണം. ഓക്കെ, സിമിലർലി T6 കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ഫേസ് ബിയിലുള്ള വോൾട്ടേജ് എന്തായിരിക്കണം, കൂടുതൽ നെഗറ്റീവ് ആയിരിക്കണം ആസ് കമ്പയർഡ് ടു എ ആൻഡ് സി. T4 കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഫേസ് എയിലെ വോൾട്ടേജ് എന്തായിരിക്കണം, കൂടുതൽ നെഗറ്റീവ് ആയിരിക്കണം ആസ് കമ്പയർഡ് ടു ബി ആൻഡ് സി. ഓക്കെ, ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഗ്രൂപ്പ് ഓഫ് തൈറോസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നെഗറ്റീവ് ഗ്രൂപ്പും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോസിറ്റീവ് ഗ്രൂപ്പ് ഈസ് കണക്റ്റഡ് ഇൻ കോമൺ കാത്തോഡ് കോൺഫിഗറേഷൻ ആൻഡ് നെഗറ്റീവ് ഗ്രൂപ്പ് ഈസ് കണക്റ്റഡ് ഇൻ കോമൺ ആനോഡ് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് നോക്കുക, നമ്മുടെ തൈറോസ്റ്റർ T1 നമ്മൾ എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക, T1 കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ഫേസ് എ കൂടുതൽ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാണിച്ചിട്ടുള്ള വേവ് ഫോം ആണ്, ഇതാണ് നമ്മുടെ VAN. ഈ ഒരു വേവ് ഫോമിനാണ് നമ്മൾ VAN എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വേവ് ഫോം ആണ് നമ്മുടെ VBN, ഈ ഒരു വേവ് ഫോം ആണ് VCN. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡ് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, നമ്മൾ തൈറോസ്റ്റർ T1 എപ്പോഴാണ് ട്രിഗർ ഇമ്പൾസ് കൊടുക്കുന്നത്, VAN കൂടുതൽ പോസിറ്റീവ് ആവുന്ന സമയത്ത്, T3 കൊടുക്കുന്ന എപ്പോഴാണ് VBN കൂടുതൽ പോസിറ്റീവ് ആവുന്ന സമയത്ത്, T5 എപ്പോഴാണ് ട്രിഗർ ഇമ്പൾസ് കൊടുക്കുന്നത്, VCN കൂടുതൽ പോസിറ്റീവ് ആവുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം. ഇനി നമ്മൾ നെഗറ്റീവ് ഗ്രൂപ്പിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ തൈറോസ്റ്റർ T2 നമ്മൾ എപ്പോഴാണ് ട്രിഗർ ഇമ്പൾസ് കൊടുക്കുന്നത്, തൈറോസ്റ്റർ T2 നമ്മൾ ട്രിഗർ ഇമ്പൾസ് കൊടുക്കുന്നത് എപ്പോഴായിരിക്കണം, നമ്മുടെ VCN കൂടുതൽ നെഗറ്റീവ് ആവുന്ന സമയത്തായിരിക്കണം. ഓക്കെ, ഇനി T4 നമ്മൾ എപ്പോഴാണ് ട്രിഗർ ഇമ്പൾസ് കൊടുക്കുന്നത്, ഫേസ് എക്ക് ഉള്ള വോൾട്ടേജ് കൂടുതൽ നെഗറ്റീവ് ആകുമ്പോഴായിരിക്കണം. ഇനി T6 നമ്മൾ എപ്പോഴാണ് ട്രിഗർ ഇമ്പൾസ് കൊടുക്കുന്നത്, T6 കൊടുക്കുന്നത് ഫേസ് ബിയിലുള്ള വോൾട്ടേജ് കൂടുതൽ നെഗറ്റീവ് ആവുന്ന സമയത്ത് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒന്നും കൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, 3 ഫേസ് ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയറിൽ ഓരോ തൈറോസ്റ്ററുകളും എത്ര ഡിഗ്രി കണ്ടക്ട് ചെയ്യും, ഓരോ തൈറോസ്റ്ററും 120 ഡിഗ്രി കണ്ടക്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ തൈറോസ്റ്ററും ഈച്ച് തൈറോസ്റ്റർ കണ്ടക്ട് ഫോർ 120 ഡിഗ്രി. ഇനി ഒരു തൈറോസ്റ്റർ കണ്ടക്ട് ചെയ്ത് അടുത്ത തൈറോസ്റ്റർ കണ്ടക്ട് ചെയ്യാനുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 ഡിഗ്രി. ഓക്കെ, അതായത് ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ തൈറോസ്റ്റേഴ്സ് ആർ ട്രിഗേർഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ സീക്വൻസ്, അതായത് T1 കഴിഞ്ഞ് T2, T3, T4 അങ്ങനെയാണ് ട്രിഗർ ചെയ്യുക. ഓരോ തൈറോസ്റ്റർ എത്ര ഡിഗ്രി കണ്ടക്ട് ചെയ്യും, 120 ഡിഗ്രി കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി ഒരു തൈറോസ്റ്റർ കണ്ടക്ട് ചെയ്ത് അടുത്ത തൈറോസ്റ്റർ കണ്ടക്ട് ചെയ്യാൻ എടുക്കുന്ന ഫേസ് ഡിഫറൻസ് ആണ് 60 ഡിഗ്രി. ഓക്കെ, സോ ദ തൈറോസ്റ്റേഴ്സ് ആർ ട്രിഗേർഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ സീക്വൻസ് വിത്ത് എ ഫേസ് ഡിഫറൻസ് ഓഫ് 60 ഡിഗ്രി. അതായത് T1 ആണ് ആദ്യം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ T1 30 മുതൽ എവിടെ വരെ കണ്ടക്ട് ചെയ്യും, 150 വരെ കണ്ടക്ട് ചെയ്യും. അപ്പൊ അടുത്തതാരെ കണ്ടക്ട് ചെയ്യുന്നത് T2. T1 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയത് 30 ഡിഗ്രിയാണ്. ആ 30 ഡിഗ്രിക്ക് ശേഷം 60 ഡിഗ്രിക്ക് ശേഷമാണ് ആര് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ, T2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ T2 എവിടെ കണ്ടക്ട് ചെയ്യുന്നത് 90 ഡിഗ്രി. ഇനി T2 90 ഡിഗ്രിയിൽ കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. T3 എവിടെ കണ്ടക്ട് ചെയ്യുക, T2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത് 90 ഡിഗ്രിയിലാണ്. അപ്പൊ 90 ഡിഗ്രിക്ക് ശേഷം പ്ലസ് 60 ഡിഗ്രി എത്രയാണ്, 150 ഡിഗ്രിയിലായിരിക്കും ആര് കണ്ടക്ട് ചെയ്യുക, T3 കണ്ടക്ട് ചെയ്യുക. T3 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി 60 ഡിഗ്രിക്ക് ശേഷം 210 ആര് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുക, T4 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുക. T4 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി 60 ഡിഗ്രിക്ക് ശേഷമായിരിക്കും T5 കണ്ടക്ട് ചെയ്യുക. T5 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി 60 ഡിഗ്രിക്ക് ശേഷമായിരിക്കും T6 കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓരോ തൈറോസ്റ്ററുകളും എത്ര ഡിഗ്രി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഓരോ തൈറോസ്റ്ററുകളും 120 ഡിഗ്രി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു തൈറോസ്റ്റർ കണ്ടക്ട് ചെയ്തിട്ട് അടുത്ത തൈറോസ്റ്റർ കണ്ടക്ട് ചെയ്യാൻ എടുക്കുന്ന ഫേസ് ഡിഫറൻസ് ആണ് എത്ര, 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 3 ഫേസ് ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് RLE ലോഡിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് തൽക്കാലം നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, നമുക്ക് തൈറോസ്റ്റർ T1ന്റെ ആൽഫയ്ക്കുള്ള 0 ആണെങ്കിൽ T1 നമ്മൾ ഇവിടെയാണ് ട്രിഗർ ചെയ്യുക. ഓക്കെ, കാരണം VAN ഇവിടെ നിന്നാണ് പോസിറ്റീവ് ആയി തുടങ്ങുന്നത്, മോർ പോസിറ്റീവ് ആയി തുടങ്ങുന്നത്. ഓക്കെ, T3 ഇവിടെ നിന്നാണ് ട്രിഗർ ചെയ്യുക, ഫോർ ആൽഫയ്ക്കുള്ള 0 ആണ്. T5 ഇവിടെയാണ് ട്രിഗർ ചെയ്യുക. ഓക്കെ, സിമിലർലി T2 ഇവിടെയും T4 ഇവിടെയും T6 ഇവിടെയായിരിക്കും നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ടാവുക ഫോർ ആൽഫ 0. അപ്പോൾ നമുക്കത് ബാക്കി ആൽഫ വരുന്ന സമയത്ത് എങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു വേവ് ഫോം കുറച്ചും കൂടി ഇലോബറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആൽഫ 0 ഡിഗ്രിയിലുള്ള നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോം. ഓക്കെ, അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതാണ്, നമുക്ക് പറയേണ്ട വോൾട്ടേജ് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ദിസ് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്.
ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ദിസ് ഈസ് അവർ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഇൻപുട്ടിൽ കൊടുത്തിട്ടുള്ള VAN, VBN, VCN, VAN, VBN, VCN ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം VAN VM sin omega t ആണ്, VBN എന്ന് പറഞ്ഞാൽ VM sin omega t മൈനസ് 120 ഡിഗ്രി ആണ്. അപ്പോൾ അത് VAN തുടങ്ങിയിട്ട് 120 ഡിഗ്രിക്ക് ശേഷം മാത്രമേ ആര് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, VBN സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി VCN എന്ന് പറഞ്ഞാൽ VM sin omega t മൈനസ് 240 ഡിഗ്രി. അപ്പോൾ 240 ഡിഗ്രിക്ക് ശേഷം മാത്രമേ ആര് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, VCN സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻപുട്ടിലുള്ള വേവ് ഫോംസ് വരച്ചു. ഇനി നമുക്ക് കൊടുക്കുന്നത് ആൽഫയ്ക്കുള്ള 0 ആയതുകൊണ്ട് തൈറസ്റ്റർ T1 എവിടുന്ന കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുക, തൈറസ്റ്റർ T1 കണ്ടക്ടർ 30 ഡിഗ്രി മുതൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. 30 ഡിഗ്രി മുതൽ എവിടെ വരെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, 150 വരെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, കാരണം ഓരോ തൈറസ്റ്റർ എത്ര ഡിഗ്രിയാണ് കണ്ടക്ട് ചെയ്യുക, 120 ഡിഗ്രി. ഓക്കെ, സോ നമുക്കറിയാം ആൽഫ നമ്മൾ കൊടുക്കുന്നത് എവിടുന്നാണ്, 30 ഡിഗ്രി മുതലാണ് നമ്മൾ കൊടുത്തു തുടങ്ങുക. അപ്പൊ ആൽഫ കൊടുക്കുന്നത് ആൽഫ ഈക്വൾ 0 ആയതുകൊണ്ടാണ് 30 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ആൽഫ ഈക്വൾ ഒരു 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ആൽഫ 30 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ തൈറസ്റ്ററിന്റെ ട്രിഗറിംഗ് പൾസ് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുക, T1 ട്രിഗറിംഗ് പൾസ് 30 പ്ലസ് ആൽഫ, അതായത് 60 ഡിഗ്രിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെ ആൽഫ 0 ഡിഗ്രി ആയതുകൊണ്ടാണ് തൈറസ്റ്റർ T1 നമ്മൾ എവിടുന്ന് ട്രിഗറിംഗ് പൾസ് കൊടുത്തിട്ടുള്ളത്, 30 ഡിഗ്രി ട്രിഗറിംഗ് പൾസ് കൊടുത്തിട്ടുള്ളത്. ഇനി ആൽഫ 30 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ തൈറസ്റ്ററിന്റെ ട്രിഗറിംഗ് പൾസ് എവിടുന്ന കൊടുക്കുക, T1 ട്രിഗറിംഗ് പൾസ് 30 പ്ലസ് ആൽഫ, അതായത് 60 ഡിഗ്രിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ആൽഫ 30 ഡിഗ്രി ആവുകയാണെങ്കിൽ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, ആൽഫ 0 ആയതുകൊണ്ട് 30 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇത് 120 ഡിഗ്രി കണ്ടക്ട് ചെയ്തു. ഇനി T1 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, 60 ഡിഗ്രിക്ക് ശേഷം T2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, T2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, 60 ഡിഗ്രിക്ക് ശേഷം T3 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, T3 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, 60 ഡിഗ്രിക്ക് ശേഷം T4 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, T4 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, 60 ഡിഗ്രിക്ക് ശേഷം T5 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, T5 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, 60 ഡിഗ്രിക്ക് ശേഷം T6 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, വീണ്ടും T6 സ്റ്റാർട്ടിങ്ങിന് ശേഷം 60 ഡിഗ്രിക്ക് ശേഷം T1 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, T2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, 60 ഡിഗ്രിക്ക് ശേഷം ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇതിന് ശേഷം വരയ്ക്കണം. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് മുന്നേ T1 തൊട്ട് മുന്നേ ആരാ കണ്ടക്ട് നിർത്തിയിട്ടുണ്ടാവുക, T5 ആയിരിക്കും. ഇനി T1 പകുതി വരെ ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, T6 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക, നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഈ സൈഡ് നോക്കിയാൽ T1 പകുതി വരെ ആരെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, T6 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. T1 കണ്ടക്ട് ചെയ്യുന്ന ഇൻസ്റ്റന്റ് വരെ ആരെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, T5 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ട്രിഗറിംഗ് പൾസ് മൊത്തം അങ്ങ് വരയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ T1 T2 ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുക, ഇവിടെ നോക്കാം. T1 T2 ആണ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പാത്ത് എന്തായിരിക്കും വരിക, ഫേസ് എയിലൂടെ വന്ന് T1 വന്ന് ലോഡിലൂടെ വന്ന് T2 വന്ന് തിരിച്ചു വരും അല്ലെ. അപ്പൊ നമുക്ക് ലോഡിന്റെ അക്രോസ് എന്ത് വോൾട്ടേജ് ആണ് കിട്ടുക, T1 കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫേസ് എ ഇവിടേക്ക് വരും. ഓക്കെ, ഇനി T2 കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഫേസ് സി ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ കിട്ടുന്നത്, VAC എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സിമിലർലി നമ്മൾ T1 T6 ആണ് കണ്ടക്ട് ചെയ്യുന്നത് വിചാരിക്കുക. T1 T6 ആണെങ്കിൽ ഇതേപോലെ തന്നെ T1 കയറി വരും, ലോഡിലൂടെ വന്ന് T6 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ കിട്ടുക, മുകളിൽ A തന്നെയാണ് വരിക, പക്ഷെ താഴെ എന്താ വരിക, 6 കണക്ട് ചെയ്തിട്ടുള്ള ഫേസ് ബിയിലാണ്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ വരിക, VAB ആണ് വരിക. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്ന എന്താണ്, ലൈൻ വോൾട്ടേജിന്റെ വേവ് ഫോം എന്നാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വരയ്ക്കേണ്ടി വരിക. ഓക്കെ, VAB, VBC, VCA എന്നൊക്കെ പറഞ്ഞ് ലൈൻ വോൾട്ടേജിലാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് ആദ്യം ലൈൻ വോൾട്ടേജ് VAB വരയ്ക്കുക, പിന്നെ VAC വരയ്ക്കുക, പിന്നെ VBC വരയ്ക്കുക. അപ്പൊ ലൈൻ വോൾട്ടേജ് ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ ലൈൻ വോൾട്ടേജ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 3 ഫേസ് ആണുള്ളത്, ABC. അപ്പൊ അത് ഏതിന്റെ ഓർഡറിലാണ് ലൈൻ വോൾട്ടേജ് ഉണ്ടാവുക എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ A ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. A സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റിലോട്ട് പോവാം, ഇതിന്റെ റൈറ്റിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ വോൾട്ടേജ് എന്താ വരിക, VAB, പിന്നെ VAന് അടുത്ത എന്താണ്, VAC, അടുത്ത എന്താണ്, അപ്പൊ VAയിലുള്ള 2 കഴിഞ്ഞു. രണ്ടാമത്തെ ലെറ്റർ എന്താണ്, B എന്നുള്ള ഫേസിൽ തുടങ്ങും. അപ്പൊ B കഴിഞ്ഞിട്ട് റൈറ്റിലോടെ നമ്മൾ എടുക്കുന്നത്. B കഴിഞ്ഞിട്ട് റൈറ്റിൽ എന്താണുള്ളത്, VBC. അതിനുശേഷം എന്താ ഉള്ളത്, C കഴിഞ്ഞിട്ട് തിരിച്ചുള്ളത് A ആണ്. അപ്പൊ VBA. അടുത്ത എന്താണ്, ഫേസ് C ആണ്. സോ ഫേസ് Cന്റെ റൈറ്റിൽ എന്താ ഉള്ളത്, A ആണത്, VCA ആൻഡ് VCB. അപ്പൊ ഇതാണ് നമ്മുടെ ലൈൻ വോൾട്ടേജിന്റെ ഓർഡർ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ ലൈൻ വോൾട്ടേജിന്റെ ഓർഡർ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ളത് എന്താണ്, VAB, പിന്നെ വരച്ചിട്ടുള്ളത് എന്താണ്, VAC, പിന്നെ വരച്ചിട്ടുള്ളത് എന്താണ്, VBC, VBA, VCA ആൻഡ് VCB. ഓക്കെ, അപ്പൊ നമ്മൾ ലൈൻ വോൾട്ടേജ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ അറിയണം, ഈ VABന്റെ വേവ് ഫോം നമ്മൾ എങ്ങനെയാണ് വരച്ചിട്ടുള്ളത് നമുക്കറിയണം. ഓക്കെ, അപ്പൊ അത് അറിയണമെങ്കിൽ നമുക്ക് അത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്.